ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ ചില പ്രത്യേക ഐറ്റംസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നതിനാണ്. അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം, റീഇൻഷുറൻസ് ക്ലെയിം എന്നിവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചില ഐറ്റംസിനെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്താണ് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ. ഈ സറണ്ടർ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സറണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരു വ്യക്തി, അയാൾ ഇൻഷുറൻസ് പ്രീമിയം തുടർന്ന് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോളിസി ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി തിരിച്ചു കൊടുക്കുകയും അയാൾ അതുവരെ അടച്ച തുകയുടെ ഒരു ഭാഗം അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് സറണ്ടർ. ചുരുക്കി പറഞ്ഞാൽ ഈ സറണ്ടർ എമൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കുന്നൊരു തുകയാണ്. അപ്പോൾ അതാണ് സറണ്ടർ എമൗണ്ട്. അപ്പോൾ എങ്ങനെയാലും അതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ബാക്കിയാണെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാൻ ബാക്കിയാണെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. ഒരാൾക്ക്, നമ്മുടെ ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ള തുകയാണ് സറണ്ടർ എമൗണ്ട്. അത് കൊടുക്കാൻ ബാക്കിയായതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സറണ്ടർ കൊടുക്കാത്തത്, അത് നമുക്കൊരു ലയബിലിറ്റിയാണ് സാധാരണ വരാറ്. അപ്പോൾ അത് ട്രയൽ ബാലൻസിൽ തന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ. വെറുതെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എന്ന് മാത്രം ട്രയൽ ബാലൻസിൽ തന്നാൽ നമ്മളത് ഉദ്ദേശിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, വെറും ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അവസാനിക്കുമ്പോഴുള്ള സറണ്ടർ എമൗണ്ടാണ് തന്നിട്ടുള്ളത് എന്ന് ഊഹിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും അത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് കറണ്ട് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലയബിലിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ balance sheet as current liability under the head estimated liability in respect of outstanding claim. Estimated liability in respect of outstanding claim എന്ന പേരിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ഷെഡ്യൂൾ നമ്പർ 13 അത് ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യം എന്താണ്, ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടറാണ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടറിൽ നമ്മൾ ട്രയൽ ബാലൻസിനുള്ളിലാണ് തന്നിട്ടുള്ള ചോദ്യത്തിൽ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് എടുത്തു. അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു സാധനമാണ്, കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് കറണ്ട് ലയബിലിറ്റി എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇതാണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക്. ഓക്കെ, ദെൻ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിലോ നമുക്കറിയാം രണ്ട് സ്ഥലത്ത് അതിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ കാര്യത്തിൽ ഒരു രേഖപ്പെടുത്തലും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട് വിത്ത് സറണ്ടർ എമൗണ്ട് പെയ്ഡ്. ഇതുവരെ കൊടുത്ത സറണ്ടർ എമൗണ്ടിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണം. കാരണം അതാണ് ടോട്ടൽ സറണ്ടർ എമൗണ്ട് കിട്ടണമെങ്കിൽ അടച്ചതും കൊടുക്കാൻ ബാക്കിയുള്ളതും കൂടെ കൂട്ടണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ആഡഡ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ എവിടെ ആഡ് ചെയ്യണം, സറണ്ടർ എമൗണ്ട് പെയ്ഡ് എന്ന് നമ്മൾ കാണിക്കുന്നതിൻ്റെ കൂടെ ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുകയും ചെയ്യണം, ആഡ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യണം. എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നാൽ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു മാറ്റം, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് സറണ്ടർ. ട്രയൽ ബാലൻസിനകത്ത് തരികയും ചെയ്തു, ഇത് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പ്രത്യേകം പരാമർശിക്കുകയും ചെയ്താൽ അതിനർത്ഥം ഇത് കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം തുടങ്ങുമ്പോഴുള്ള ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് ഈ വർഷം അടച്ച എമൗണ്ടിൽ അതുകൂടെ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നത് ഊഹിച്ചുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസ് തന്നാൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തിരിച്ചാണ് ചെയ്യേണ്ടത്. റവന്യൂ അക്കൗണ്ടിൽ കാണിക്കണം, അത് സറണ്ടർ എമൗണ്ട് പേരിൽ നിന്ന് കുറയ്ക്കണം. അത് ഈ വർഷത്തെ സറണ്ടർ അല്ല, അതുകൊണ്ട് ഈ വർഷത്തെ കൊടുത്തതിൽ നിന്ന് അത് കുറയ്ക്കണം, മൈനസ് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ട്രയൽ ബാലൻസിൽ തരികയും അത് ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറയുകയും ചെയ്താൽ റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, അത്
സറണ്ടർ പെയ്ഡിൽ നിന്ന് കുറയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ ഈസ് സെയിം ആസ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ചെയ്തതിൻ്റെ അതേപോലെ തന്നെയാണ് എന്ത് ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്ന് പഠിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്യാം. എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റി. ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റിയാണ് അടുത്തത്. അതും എന്താണ്? ഇറ്റ് ഈസ് സെയിം ആസ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഓർ ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടർ. ഔട്ട്സ്റ്റാൻഡിങ് സറണ്ടറിൻ്റെയോ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിമിൻ്റെയോ അതേപോലെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നത്. എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അത് ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ആന്വിറ്റി റവന്യൂ അക്കൗണ്ടിൽ ആന്വിറ്റീസ് പെയ്ഡ് എന്ന് പറഞ്ഞതിൽ നിന്ന് കുറയ്ക്കണം. എങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ക്ലോസിംഗ് ബാലൻസ് ആണെന്നാണ്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ തന്നെയല്ല വരിക, അത് ബാലൻസ് ഷീറ്റിലാണ് വരിക. അപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് ആന്വിറ്റി ആണെങ്കിലും ക്ലെയിം ആണെങ്കിലും സറണ്ടർ ആണെങ്കിലും ഒക്കെ ട്രയൽ ബാലൻസിനകത്ത് വന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ അത് റവന്യൂ അക്കൗണ്ടിൽ വരുന്നു, ഡിഡക്റ്റ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിലല്ല ബാലൻസ് ഷീറ്റിൽ വരുന്നു, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാൽ അത് ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് ഉറപ്പാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള സാധനമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ആണെന്നുള്ള ഷുവറാണ്. അതെന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറയ്ക്കുകയല്ല, റവന്യൂ അക്കൗണ്ടിൽ കൂട്ടുന്നു. കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഈ വർഷം കൊടുത്ത ആന്വിറ്റി കൂടെ ഇതും കൂടെ വരണം. അപ്പോഴാണ് ടോട്ടൽ ആന്വിറ്റി ആവുള്ളൂ. അപ്പോൾ ആന്വിറ്റി കൂടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു റവന്യൂ അക്കൗണ്ടിൽ ആന്വിറ്റീസ് പെയ്ഡ്. ഇതെല്ലാം ബെനിഫിറ്റ്സ് പെയ്ഡ് ടു ദ കസ്റ്റമർ എന്നുള്ള ആ ഒരു ഭാഗത്താണ് വരുന്നത്. റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് അവർക്ക് കൊടുത്തത്, അവർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുത്ത എമൗണ്ടിൽ വരുന്നതാണ് ക്ലെയിം, സറണ്ടർ, ആന്വിറ്റി ഒക്കെ. അപ്പോൾ അതിൽ റവന്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൊടുക്കാത്തത് കൊണ്ട്, ഒരു സാധനം എമൗണ്ട് കൊടുക്കാനുള്ളത് കൊടുക്കാത്തത് കൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഐറ്റംസിനെ കുറിച്ച്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്.